വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോഡ്യൂൾ 10 ലെയ്ത്തിനെ കുറിച്ചാണ്. ഓക്കെ, സെൻട്രൽ ലെയ്ത്ത് ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ബ്രിങ് ദ റോ മെറ്റീരിയൽ ടു ദ റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് ബൈ മെറ്റൽ റിമൂവൽ. അതായത് സെൻട്രൽ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അത് റിക്വയർഡ് ഷേപ്പിലും സൈസിലും ആക്കി നമ്മുടെ റോ മെറ്റീരിയലിനെ മെറ്റൽ റിമൂവൽ പ്രോസസ്സ് വഴി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, this is done by feeding a cutting tool against the direction of rotation of work. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെൻട്രൽ ലെയ്ത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് പീസ് ഉണ്ട്. ഓക്കെ, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കട്ടിംഗ് ടൂള് നമ്മൾ ഫീഡ് ചെയ്യുന്നു. അതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സെൻട്രൽ ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ ലെയ്ത്തിന് പറയുന്ന മറ്റൊരു പേരുണ്ട്, അത് പേരാണ് എൻജിൻ ലെയ്ത്ത്. ഓക്കെ, എൻജിൻ ലെയ്ത്ത് എന്നുള്ള പേര് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. PYQ ആണ്. സെൻട്രൽ ലെയ്ത്തിന് പറയുന്ന മറ്റൊരു പേര് എൻജിൻ ലെയ്ത്ത്. ദ മെഷീൻ ടൂൾ ഓൺ വിച്ച് ടേണിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഈസ് നോൺ ആസ് ലെയ്ത്ത്. അപ്പം ടേണിംഗ് പ്രോസസ്സ് നടക്കുന്ന ആ മെഷീൻ ടൂളിനെ പറയുന്ന പേരാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ലെയ്ത്ത് ഈസ് എ മെഷീൻ ടൂൾ വിച്ച് ഹോൾഡ്സ് ദ ജോബ് ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് റൊട്ടേറ്റ്സ് ദ ജോബ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ ടൂളാണ്. അത് ജോബിനെ ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, രണ്ട് സെൻറ്റേഴ്സിനിടയ്ക്ക് ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ജോബ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഡ്യൂ ടു ദിസ് ക്വാളിറ്റി ഓഫ് ഹോൾഡിംഗ് ദ ജോബ് ഫ്രം സെൻറ്റർ ആൻഡ് റൊട്ടേറ്റിംഗ് ജോബ്, ഇറ്റ് ഈസ് കോൾഡ് സെൻട്രൽ ലെയ്ത്ത്. അപ്പോൾ ആ സെൻറ്ററിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആക്സിസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ക്വാളിറ്റി കൊണ്ടാണ് ഇതിനെ സെൻട്രൽ ലെയ്ത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വർക്ക് ക്യാൻ ബി ഹെൽഡ് ഓൺ എ ചക്ക് ആൻഡ് ഫേസ് പ്ലേറ്റ്. അപ്പോൾ വർക്ക് നമുക്ക് ഇതിൽ ചക്കിലോ ഫേസ് പ്ലേറ്റിലോ ഹോൾഡ് ചെയ്യാൻ പറ്റും. ചക്ക് ആൻഡ് ഫേസ് പ്ലേറ്റ് ആർ മൗണ്ടഡ് ഓൺ ദ ഫ്രണ്ട് ഓഫ് എ സ്പിൻഡിൽ. ഇവിടെയാണ് നമ്മുടെ സ്പിൻഡിൽ വരുന്നത്. ആ സ്പിൻഡിലിൽ നമുക്ക് ഒന്നുകിൽ ചക്കിലോ അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റിലോ വർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. കട്ടിംഗ് ടൂൾ ഈസ് ഫിറ്റ് അഗെയിൻസ്റ്റ് വർക്ക് ആഫ്റ്റർ ഹോൾഡിംഗ് ഇറ്റ് ഇൻ ദ ടൂൾ പോസ്റ്റ് ഫാമിലി. ഈ കാണുന്നതാണ് ടൂൾ പോസ്റ്റ്. ഇതിൽ നമ്മൾ കട്ടിംഗ് ടൂള് വെച്ചിട്ടുണ്ടാകും. അത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. വർക്ക് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ് ഓൺ ആക്സിസ് ആൻഡ് ടൂൾ ഈസ് മൂവ്ഡ് പാരലൽ ടു വർക്ക്. വർക്ക് അതിൻ്റെ ആക്സിസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഈ ടൂൾ എന്ന് പറയുന്നത് പാരലായിട്ട് അതിന് മൂവ് ചെയ്യും. അപ്പോൾ ഈ ടൂള് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സർഫസ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ സർഫസ് ആയിരിക്കും. അതിനെയാണ് പ്ലെയിൻ ടേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ടൂൾ മൂവ്സ് പാരലൽ ടു ആക്സിസ് ഇറ്റ് പ്രൊഡ്യൂസസ് സിലിണ്ടറിക്കൽ സർഫസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കണം. വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് സം ആംഗിൾ ഇറ്റ് പ്രൊഡ്യൂസ് ടേപ്പർ സർഫസ്. ഇപ്പോൾ ഒരു ആംഗിളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ടേപ്പർ സർഫസ് ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സാണ് നോക്കാനുള്ളത്. ഈ പറഞ്ഞതൊക്കെ തന്നെ ആയിരിക്കും. ലെയ്ത്ത് ഷുഡ് ഹാവ് പ്രൊവിഷൻ. ഇപ്പോൾ ഒരു ലെയ്ത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കട്ടിംഗ് ടൂള് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ഹോൾഡ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് ഫീഡ് ഇറ്റ് അഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഇവിടെ നമ്മൾ കട്ടിംഗ് ടൂൾ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ വർക്ക് വെച്ചിരിക്കും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യും. ടു ഹാവ് പാർട്സ് ഫിക്സഡ് ആൻഡ് സ്ലൈഡിങ്. ഇതിലെന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള പാർട്ട് കാണും, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ലൈഡിങ് ആയിട്ടുള്ള പാർട്സും കാണും. ഈ ടെയിൽ സ്റ്റോക്ക് ഒക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് വെച്ചിരിക്കുന്നത്. ടു ഗെറ്റ് എ റിലേറ്റീവ് മൂവ്മെന്റ് ഓഫ് ദ കട്ടിംഗ് ടൂൾ വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേഷൻ ഓഫ് ദ വർക്ക്. കട്ടിംഗ് ടൂളിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ വർക്കിൻ്റെ റൊട്ടേഷന് റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ടു ഹാവ് ആക്സസറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് ഫോർ പെർഫോമിങ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് കൂടാതെ ഡ്രിൽ ബിറ്റ് പിടിപ്പിക്കാൻ പറ്റും, പിന്നെ റീമർ പിടിപ്പിക്കാൻ പറ്റും, ടാപ്പർ പിടിപ്പിക്കാൻ പറ്റും. ഈ സ്പിൻഡിൽ ഇവിടെ നിന്ന് ഊരി മാറ്റിയിട്ട് നമുക്ക് റീമറോ ഡ്രിൽ ബിറ്റോ ബോറിംഗ് മെഷീനോ ബോറിംഗ് ഓപ്പറേഷനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സെൻട്രൽ ലെയ്ത്ത് എടുക്കാൻ നേരത്ത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ബെഡാണ്. ഓക്കെ, ബെഡ് എന്ന് പറയുന്നത് ഈ കാണുന്നത് ആണ് ബെഡ്. ആ ബെഡിൻ്റെ മുകളിലായിട്ടാണ് ബെഡ് ഗൈഡ് ബേസ് ഉണ്ട്. ഇതാണ് ഗൈഡ് ബേസ്.
ഈ ഗേറ്റ് ബേസിലാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടെയിൽ സ്റ്റോക്ക് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹെഡ് സ്റ്റോക്ക് വരും. ഇത് അതുപോലെ തന്നെ പഠിച്ചേക്കുക. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബെഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യനുള്ളതാണ് ഹെഡ് സ്റ്റോക്ക്. ഓക്കെ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ടെയിൽ സ്റ്റോക്ക്. ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സിൽ ക്യാരേജ് വരും. ഓക്കെ. ക്യാരേജ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഇപ്പം ജസ്റ്റ് അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കിപ്പോവാം. ഹെഡ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്, ടെയിൽ സ്റ്റോക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. ക്യാരേജ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ പാർട്ടാണ്. ആ ക്യാരേജ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആണ്. പിന്നെ ആ ക്യാരേജിൻ്റെ മുകളിലൊരു സാഡിലുണ്ട്. ആ സാഡിലിൻ്റെ പുറത്തായിട്ടാണ് ഈ ക്രോസ് സ്ലൈഡ് വരുന്നത്. ഓക്കെ. ഈ ക്രോസ് സ്ലൈഡ് വരുന്നത് സാഡിലിൻ്റെ പുറത്തായിട്ടാണ്. ആ ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ടൂളിൻ്റെ മൂവ്മെൻറ്റിന് വർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് 90 ഡിഗ്രി ക്രോസ് ആയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് ക്രോസ് സ്ലൈഡ്. കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറയുന്നത് ഇതിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് ബെഡിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കും. അത് കാസ്റ്റ് ആണ്, PYQ ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. വൈബ്രേഷൻ ഡാമിങ്ങും റിജിഡിറ്റിയൊക്കെയാണ് അവിടുത്തെ മോട്ടീവ് എന്ന് പറയുന്നത്. അടുത്തത് ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇത് ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ ലെഗ്സ് ഉണ്ട്. ആ ബെഡിന് താഴെയായിട്ട് ലെഗ്സ് ഇൻ്റഗ്രലായിട്ട് കാണും. പിന്നെ ഫീഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൂളിൻ്റെ ഫീഡ് മൂവ്മെൻറ്റ് നൽകാനായിട്ടാണ് ഫീഡ് ഷാഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ലീഡ് സ്ക്രൂ ഉണ്ട്. ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരേജിൻ്റെ ഹൊറിസോണ്ടലായിട്ടും മൂവ്മെൻറ്റിനെയും പിന്നെ ത്രെഡ് കട്ടിങ് മൂവ്മെൻറ്റ് അതിനെയൊക്കെ സഹായിക്കുന്നത് ഈ ലീഡ് സ്ക്രൂ ആണ്. ഈ ലീഡ് സ്ക്രൂവിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീഡ് സ്ക്രൂവിലെ ത്രെഡിൻ്റെ പേര് ആക്മേ ത്രെഡാണ്. 29 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ വരുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ചെക്കിന് ഓരോമായിട്ടൊരു ഫേസ് പ്ലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫേസ് പ്ലേറ്റ് ഒരു ലെയ്ത്ത് ഡോഗ് വെച്ചിട്ട് അതിൻ്റെ സ്പിൻഡിൽ ലൈവ് സെൻറ്ററിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് വർക്ക് പീസ്. ഓക്കെ. ഇത് ഡെഡ് സെൻറ്റർ ആണ്. ഒരു ലൈവ് സെൻറ്ററും കാണും, ഡെഡ് സെൻറ്ററും കാണും. ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്കിലും ലൈവ് സെൻറ്റർ എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്കിലുമാണെന്ന് ഓർക്കുക. ഓക്കെ. ഇപ്പോൾ ഈ വർക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്. നമ്മൾ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഒരു 10 mm നമുക്ക് ഇതിനകത്ത് ഡയ കുറക്കണം. ഈ കാണുന്നത് ഒരു 5 mm ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ കൊടുക്കാൻ നേരത്ത് 10 mm നമുക്ക് ഡയമീറ്റർ കുറഞ്ഞു കിട്ടും. ഓക്കെ. അതിൻ്റെ ഫീഡ് മോഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ ഫീഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു ലെയ്ത്തിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സിൽ നിന്ന് അറിയാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് സെൻറ്റർ ലെയ്ത്ത് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ലെയ്ത്ത് നമുക്ക് വാങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? ഒന്ന്, മാക്സിമം ഡയമീറ്റർ ഓഫ് എ വർക്ക് ദാറ്റ് ക്യാൻ ബി ഹെൽഡ്. അപ്പോൾ ആ ലെയ്ത്തിൽ നമുക്ക് മാക്സിമം വെക്കാൻ പറ്റുന്ന ആ ഡയമീറ്റർ, ഒരു വർക്ക് പീസിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ സ്വിങ് ഓവർ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയമീറ്റർ, ഒരു വർക്ക് പീസ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ബെഡിൽ എവിടം വരെ നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കണം. അതായത് ബെഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്വിങ് ഓവർ ബെഡ് ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലെയ്ത്ത് ആക്സിസ് ടു ദ ടോപ്പ് ഓഫ് ദ ബെഡ്. ഇതാണ് ലെയ്ത്തിൻ്റെ ആക്സിസ്. ലെയ്ത്തിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സ്വിങ് ഓവർ ബെഡായിട്ട് പറയുന്നത്. ആ റേഡിയസ് തന്നെ, റേഡിയസ് ഓഫ് വർക്ക്. ഓക്കെ. പിന്നെ ലെങ്ത് ഓഫ് ദ ബെഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് ആ ബെഡിൻ്റെ ടെയിൽ സ്റ്റോക്കിൻ്റെ എൻഡ് തൊട്ട് ഇവിടം വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് ലെങ്ത് ഓഫ് ദ ബെഡ് എന്ന് പറയുന്നത്. ആ ബെഡ് വേസ് ഇവിടം വരെ ഉള്ളൂ. ഓക്കെ. ആ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ നമ്മുടെ ഹെഡ് സ്റ്റോക്കിന് ഫ്രണ്ടിൽ ആ ചക്കിരിക്കുന്നതിൻ്റെ അവിടം വരെ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു സ്ലോട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ലെങ്ത് ഓഫ് ദ ബെഡ് എന്ന് പറയുന്നത് ആ ബെഡ് ബേസിൻ്റെ ലെങ്ത് ആണ്. പിന്നെ മാക്സിമം ലെങ്ത് ഓഫ് വർക്ക് ദാറ്റ് ക്യാൻ ബി ടേൺഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, അത് ഈ LC എന്ന് കൊടുത്തിരിക്കുന്നതാണ്. മാക്സിമം ലെങ്ത്, അതായത് ഈ രണ്ട് സെൻറ്ററുകൾക്കിടയിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത്. പിന്നെ റേഞ്ച് ഓഫ് ത്രെഡ്സ് ദാറ്റ് ക്യാൻ ബി കട്ട്. ഇപ്പോൾ ഈ ഒരു ലെയ്ത്ത് മെഷീനിൽ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന അതിൻ്റെ മാക്സിമം റേഞ്ച് എത്രയാണെന്നുള്ളതാണ്. അടുത്ത കപ്പാസിറ്റി ഓഫ് ദ ലെയ്ത്ത്, അത് പറയുന്നത് സ്വിങ് ഓവർ ക്യാരേജ് ആണ്. അതായത് ഈ ക്യാരേജിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, ഓക്കെ, ക്യാരേജിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരേജ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഹൊറിസോണ്ടലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ മാക്സിമം വെക്കാൻ പറ്റുന്നത് എത്രയാണ് കപ്പാസിറ്റി എന്നുള്ളത്, സ്വിങ് ഓവർ ക്യാരേജ്. പിന്നെ വാല്യൂ ഓഫ് ഈച്ച് ഡിവിഷൻ ഓൺ ദ ഗ്രാജുവേറ്റഡ് കോളേഴ്സ് ഓഫ് ദ ക്രോസ് സ്ലൈഡ് ആൻഡ് കോമ്പൗണ്ട് സ്ലൈഡ്. ക്രോസ് സ്ലൈഡിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ട്, ഒരു കോളർ ഉണ്ട്. ഇപ്പോൾ ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു ചക്രം പോലത്തെ സാധനമാണ്. അതിൻ്റെ പുറത്തായിട്ട് ഒരു ഗ്രാജുവേഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 2 3 ആ രീതിയിൽ. അപ്പം ആ ഗ്രാജുവേഷൻ എത്രയാണെന്ന് നോക്കുക. പിന്നെ കോമ്പൗണ്ട് സ്ലൈഡിലും ഇതേപോലെ ഗ്രാജുവേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഞ്ച് ഓഫ് സ്പിൻഡിൽ സ്പീഡ്. അപ്പം നമ്മളൊരു മോട്ടോർ വെച്ചായിരിക്കും ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഒരു മോട്ടറിൽ നിന്ന് പവർ എടുത്തിട്ട് അത് വെച്ചിട്ടായിരിക്കും ഈ ഗിയർ അല്ലെങ്കിൽ സ്റ്റെപ്ഡ് കോൺ പുള്ളിയുള്ള ഹെഡ് സ്റ്റോക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സ്പിൻഡിലേക്ക് വരുന്ന റേഞ്ച് ഓഫ് സ്പീഡ് എത്രയാണെന്നുള്ളതാണ് സ്പിൻഡിൽ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റേഞ്ച് ഓഫ് ഫീഡ്, ടൂൾ വെച്ച് നമുക്ക് എത്ര ഫീഡ് വരെ കൊടുക്കാൻ പറ്റും. പിന്നെ സൈസ് ഓഫ് ദ സ്പിൻഡിൽ ബോർ. സ്പിൻഡിൽ ബോർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പിൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ പുറത്തായിട്ട് വരുന്ന ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ട്യൂബുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സ്പിൻഡിൽ ബോർ എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് സ്പിൻഡിൽ നോസ്. ഇപ്പം നമുക്ക് സ്പിൻഡിൽ അതിൻ്റെ നോസ് എന്ന് പറയുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോണിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഏത് ടേപ്പറാണ് ലൈവ് സെൻറ്ററിനും ഡെഡ് സെൻറ്ററിനും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മോഴ്സ് ടേപ്പറാണ്, മോഴ്സ് ടേപ്പർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ ചോദിക്കാറുണ്ട്, അതെന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ഹെൽപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ബയർ ഓഫ് ദ ലെയ്ത്ത്. ഇറ്റ് ഹെൽപ്സ് ദ ഓപ്പറേറ്റർ ഓഫ് ദ ലെയ്ത്ത് ടു ഡിസൈഡ് വെദർ ദ വർക്ക് ഇൻ ഹാൻഡ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻസ്. ഓക്കെ, സ്പെസിഫിക്കേഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ മാക്സിമം ഡയമീറ്റർ അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എത്രയാണെന്ന് നോക്കുക. പിന്നെ ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സിലുള്ള ലെങ്ത് നോക്കുക. പിന്നെ സ്വിങ് ഓവർ ബെഡ് നോക്കുക, സ്വിങ് ഓവർ ക്യാരേജ്. പിന്നെ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെയും ക്രോസ് സ്ലൈഡിൻ്റെയും ഗ്രാജുവേഷൻസ് നോക്കുക. എത്ര സ്പിൻഡിൽ സ്പീഡ് റേഞ്ച് എത്രയുണ്ടെന്ന് നോക്കുക. ഫീഡ് എത്ര കിട്ടുമെന്ന് നോക്കുക. പിന്നെ ആ സ്പിൻഡിൽ ബോറിൻ്റെ സൈസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് സേഫ്റ്റി എന്ന് പറയുന്നൊരു പോർഷൻ സിലബസിൽ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് ലെയ്ത്തിൻ്റെ. അപ്പോൾ അത് നമുക്ക് നോക്കിപ്പോകാം, കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ലെയ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഫസ്റ്റ് വൺ, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ഫങ്ഷനിങ് ആണെന്ന് നോക്കണം. പിന്നെ നമ്മുടെ ഹെഡ് സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും, അതിൽ ഗിയർ പ്രോപ്പറായിട്ട് മെഷ് ചെയ്തിരിക്കുകയാണോ എന്ന് നോക്കണം. പിന്നെ ഫീഡ് ലിവേഴ്സ് ന്യൂട്രൽ പൊസിഷനിലാണോ എന്ന് നോക്കണം. ഓക്കെ, പിന്നെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് ടൈഡി ആണോ എന്ന് നോക്കണം. സേഫ്റ്റി ഗാർഡ്സ് ഷുഡ് ബി ഇൻ പ്ലേസ്, സേഫ്റ്റി ഗാർഡ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കയറി പിടിക്കാനും ചാൻസ് ഉണ്ട്, സേഫ്റ്റി ഗാർഡൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഡ്യൂറിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിത് റൊട്ടേറ്റ് ചെയ്തിരിക്കുക, അത് നമ്മൾ കൈവച്ച് പിടിച്ച് നിർത്താൻ നോക്കരുത്, കാരണം അത് ഡേഞ്ചറസ് ആണ്. പിന്നെ സ്വിച്ച് ഓഫ് ദ മെഷീൻ ബിഫോർ മേക്കിംഗ് എനി അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ലൈറ്റ്. അപ്പോൾ നമുക്ക് ടൂൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടി വെക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കാൻ നേരത്ത് ഈ ടൂള് നമ്മുടെ ആക്സിസിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസിന് താഴത്തായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നി. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കണമെന്ന് തോന്നി, എന്നാലേ കട്ട് മര്യാദക്ക് നടക്കുമെന്ന് തോന്നി. അപ്പം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ലീവ് ദ ചക്കി ഇൻ ദ ചക്ക്, റിമൂവ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. അപ്പം നമ്മൾ വർക്ക് ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഈ ഫോർജോ ചക്കിൽ ചക്കി ഉപയോഗിച്ച് നമ്മൾ ടൈറ്റൻ ചെയ്ത്, എന്നിട്ട് ആ ചക്കി അതിൻ്റെ ഒപ്പം തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദേഹത്തോ അടുത്ത് നിൽക്കുന്നവരുടെ ദേഹത്തോ സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് ചക്കി ആദ്യം ഉരു മാറ്റിയിരിക്കണം. സിംഗിൾ പോയിന്റ് ടൂൾസ് ആർ ഷാർപ്പ് ആൻഡ് ഡേഞ്ചറസ്, ബി എക്സ്ട്രാ
കെയർഫുൾ വെൻ യൂസിങ് ദം. ഇപ്പോൾ സിംഗിൾ പോയിന്റ് ടൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. അത് ഷാർപ്പാണ്, ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കാതെ ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി വീണ് കഴിഞ്ഞാൽ അത് കാലിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹാംഫുൾ ആവും. പിന്നെ ചിപ്സ് ആർ ഷാർപ്പ് ആൻഡ് ഡേഞ്ചറസ്, നെവർ റിമൂവ് ദം വിത്ത് യുവർ ബെയർ ഹാൻഡ്സ്. അപ്പം നമ്മളെ കൈ വെച്ച് ചിപ്പോ കാര്യങ്ങളോ പറക്കി കളയാൻ നോക്കരുത്. അതിന് ചിപ്പ് റേക്കോ ബ്രഷോ യൂസ് ചെയ്യണം. ഓക്കെ, യു മസ്റ്റ് ഓൾവേസ് നോ വെയർ ദ എമർജൻസി സ്റ്റോപ്പ് സ്വിച്ച്. ഇപ്പം എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മെഷീൻ നിർത്താനായിട്ട് എമർജൻസി സ്വിച്ച് എവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആഫ്റ്റർ വർക്ക് ക്ലീൻ ദ ലെയ്ത്ത് വിത്ത് എ ബ്രഷ് ആൻഡ് വൈപ്പ് വിത്ത് കോട്ടൺ വേസ്റ്റ്. ആ ലെയ്ത്ത് ക്ലീൻ ചെയ്യുക ബ്രഷ് വെച്ച്, പിന്നെ കോട്ടൺ വേസ്റ്റ് വെച്ച് വൈപ്പ് ചെയ്യുക. ഓയിൽ ദ ബെഡ് വേസ് ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് പോയിന്റ്സ്. ബെഡ് വേസ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലീൻ ദ സറൗണ്ടിങ്സ് ഓഫ് ലെയ്ത്ത്, വൈപ്പ് ദ ഡേർട്ട് ആൻഡ് കൂളൻറ്റ് ആൻഡ് റിമൂവ് ദ സ്വാർഫ്. അപ്പോൾ ആ ലെയ്ത്തിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുക. ഡേർട്ടോ കൂളൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റിയിൽ പറയാനുള്ളത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ഇപ്പോൾ ലെയ്ത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആദ്യമേ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുള്ളതായിരിക്കും റീസൺ. പിന്നെ ചക്കിൽ പ്രൊവൈഡ് ചെയ്ത് എന്ത് സംഭവിക്കും, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാതിരുന്നു. ഇനി ലെയ്ത്തിൻ്റെ ഓരോ പാർട്സാണ്. ഓക്കെ, പ്രധാനമായിട്ടും ലെയ്ത്ത് ബെഡ്. ലെയ്ത്ത് ബെഡിനെ കുറിച്ച് പറയാൻ നേരത്ത് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ലെയ്ത്ത് ബെഡിൻ്റെ ഫങ്ഷൻസ്. ടു ലൊക്കേറ്റ് ദ ഫിക്സഡ് യൂണിറ്റ് ഇൻ ആക്യുറേറ്റ് റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ. ഇപ്പോൾ ഒരു ഫിക്സഡ് യൂണിറ്റിനെ ആക്യുറേറ്റ് റിലേഷൻഷിപ്പിൽ അവിടെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ടു ലൊക്കേറ്റ് ദ ഫിക്സഡ് യൂണിറ്റ്സ് ആക്യുറേറ്റ് റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ. ടു പ്രൊവൈഡ് സ്ലൈഡ് വേസ് അപ്പോൺ വിച്ച് ദ ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ് ക്യാൻ ബി മൂവ്ഡ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ലൈഡ് വേസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഗൈഡ് വേസ് ലെയ്ത്ത് ബെഡിൽ. അപ്പോൾ ഈ സ്ലൈഡ് വേസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടെയിൽ സ്റ്റോക്കും ക്യാരേജും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്ലൈഡ് വേസ് മൂവ് ചെയ്യുന്ന പറ്റുന്ന രീതിയിലായിരിക്കണം. ടു പ്രൊവൈഡ് സ്ലൈഡ് വേസ് അപ്പോൺ വിച്ച് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ് ക്യാൻ ബി മൂവ്ഡ്. ആ ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സിന് മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സാണ്. ദ ലെയ്ത്ത് ബെഡ് ജനറലി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ കാസ്റ്റിംഗ്. സിംഗിൾ കാസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കുന്നത്. ഇൻ ലാർജർ മെഷീൻ ദ ബെഡ് മേ ബി ഇൻ 2 or more sections accurately assembled together. ചില കേസിൽ, ഒരു ലാർജ് മെഷീൻ്റെ കേസിൽ ഇത് 2-3 സെക്ഷനാക്കി വെച്ചിട്ട് അത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെബ് റൈസിങ്സ് ആർ എംപ്ലോയ്ഡ് ടു ഇൻക്രീസ് റിജിഡിറ്റി. അതായത് ഇടയ്ക്ക് കുറച്ച് വെബ് കൊടുത്തിട്ടുണ്ട്, ഹെവിലി റിബ്ഡ് വെബ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജിഡിറ്റി കൂട്ടാനായിട്ടാണ്. ഫോർ അബ്സോർബിങ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ ദ ബെഡ്സ് ആർ മെയ്ഡ് ഹെവി. ആ ബെഡ്സ് അതുകൊണ്ട് ഹെവി ആയിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. എ കമ്പൈൻഡ് സ്വാർഫ് ആൻഡ് കൂളൻ്റ് ട്രേസ് പ്രൊവൈഡഡ് ഓൺ ലെയ്ത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കമ്പൈൻഡ് സ്വാർഫ് ആൻഡ് കൂളൻ്റ് ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് മേ ബി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് വിത്ത് ദ ലെയ്ത്ത് ബെഡ്. ഇപ്പോൾ നമ്മളെ ചിപ്സൊക്കെ അതിൽ വീഴാൻ നേരത്ത് നമ്മൾ എടുത്തു കളയാനായിട്ടൊരു പാർട്ടായിട്ട് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നേരത്ത് മെറ്റീരിയൽ ചിപ്സ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ആ ചിപ്സ് താഴത്തോട്ട് വീഴാനായിട്ടൊരു പത്രം പോലത്തെ ഒരു സാധനം നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു ട്രേ. അതിലായിരിക്കും വീഴുന്നത്. ബെഡ് ഈസ് ജനറലി മെയ്ഡ് ബൈ കാസ്റ്റ് അയൺ ഓർ വെൽഡഡ് ഷീറ്റ് മെറ്റൽ ലെഗ്സ് ഓഫ് ബോക്സ് സെക്ഷൻ. അപ്പോൾ ഈ ബെഡ് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഓർ വെൽഡഡ് ഷീറ്റ് മെറ്റൽ ലെഗ്സ് ഓഫ് ബോക്സ് സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഷീറ്റ് മെറ്റൽ കൊണ്ട് വെൽഡ് ചെയ്തിരിക്കുന്ന ലെഗ്സ് ഓഫ് ബോക്സ് സെക്ഷനും കൂടെ കാണും. ആദ്യം പറഞ്ഞ ലെഗ്സ്, ബെഡിൻ്റെ ലെഗ്സ് താഴെ വരുന്ന പോർഷൻ. ദിസ് പ്രൊവൈഡ്സ് ദ നെസറി വർക്കിംഗ് ഹൈറ്റ് ഫോർ ദ ലെയ്ത്ത്. ഇപ്പോൾ ഒരു ലെയ്ത്തിന് നെസറി ഹൈറ്റ് കൊടുക്കുന്നത് ആ ലെഗ്സ് ആണ്. Very often, the electrical switch gear unit and coolant pump assembly are housed in the box section of the legs at the headstock end. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഹെഡ്സ്റ്റോക്ക് സൈഡിലെ താഴത്ത് വരുന്ന ലെഗിലാണ് ഗിയർ യൂണിറ്റും കൂളൻ്റ് പമ്പും കാണുന്നത്. ഇത് PYQ ആണ്. ഗിയർ യൂണിറ്റും കൂളൻ്റ് പമ്പും കാണുന്നത് എവിടെയാണെന്ന് ചോദിക്കും. ഹൗസ്ഡ് ഇൻ ദ ബോക്സ് സെക്ഷൻ ഓഫ് ദ ലെഗ്സ് അറ്റ് ദ ഹെഡ്സ്റ്റോക്ക് എൻഡ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് എൻഡിലുള്ള ലെഗ്സിൻ്റെ അവിടെയാണ്, ബോക്സ് സെക്ഷനിലാണ് ഗിയർ യൂണിറ്റും കൂളൻ്റ് പമ്പും കാണുന്നത്. അടുത്തത് ബെഡ് വേസ് ആണ്. ബെഡ് വേസ് ഓർ സ്ലൈഡ് വേസ് അസിസ്റ്റ് ഇൻ ആക്യുറേറ്റ് ലൊക്കേഷൻ ആൻഡ് സ്ലൈഡിങ് ഓഫ് ദ ആക്സസറീസ് പാർട്സ് മൗണ്ടഡ് ഓൺ ദിസ്. അപ്പോൾ ഈ ബെഡ് വേസ് എന്ന് പറയുന്നത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ അത് ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ക്യാരേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ സ്ലൈഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്
ഈ ബെഡ് ബേസ് കൊടുത്തിരിക്കുന്നത്. ഇത് PYQ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബെഡ് ബേസ് ആർ ഓഫ് ഡാഷ് ടൈപ്സ്, 3 ടൈപ്സ്. ബെഡ് ബേസ് 3 ടൈപ്സ് ഉണ്ടെന്ന് ഓർക്കുക. ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ബെഡ് വേ, സെക്കൻഡ് വൺ വി ബെഡ് വേ, തേർഡ് വൺ കോമ്പിനേഷൻ ബെഡ് വേ. ഓക്കെ, ഈ കാണുന്നതാണ് ഫ്ലാറ്റ് ബെഡ് വേ. ഇങ്ങനെ വി ഗ്രൂവ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് വി ബെഡ് വേ. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അടുത്ത ഫിഗറിലുണ്ട്, അതാണ് കോമ്പിനേഷൻ ബെഡ് വേ. നോർമലി ദ ബെഡ് വേ സ്റ്റോപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് അവേ ഫ്രം ദ ഹെഡ് സ്റ്റോക്ക് വിത്ത് എ ഗ്യാപ്പ് അറ്റ് ദിസ് പോയിന്റ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ബെഡ് വേസ് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്കിന് മുന്നേ ആയിട്ട് ഒരു ഗ്യാപ്പ് കാണും, അവിടെ വെച്ച് ഈ ബെഡ് വേസ് നിൽക്കും. കാരണം ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്കിന് മൂവ്മെൻ്റ് ഒന്നുമില്ല, അതൊരു ഫിക്സഡ് യൂണിറ്റ് ആണ്, അത് അവിടെ തന്നെ ഫിക്സ് ചെയ്തിരിക്കും. ദിസ് എനേബിൾസ് ടു മൗണ്ട് ലാർജർ ഡയമീറ്റർ ഓഫ് ദ വർക്ക്. അപ്പം നമുക്ക് അവിടെ ലാർജർ ഡയമീറ്റർ ഉള്ള വർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. ഓക്കെ, സം ലൈറ്റ്സ് ഹാവ് എ ഡിറ്റാച്ചബിൾ സെക്ഷൻ ഓഫ് ദ ബെഡ്. ചില ലൈത്തിൽ നമുക്ക് ആ ബെഡ് ഡിറ്റാച്ചബിൾ ആണ്, ഉരി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ്. വിച്ച് ക്യാൻ ബി ഫിറ്റഡ് വെൻ ഡിസൈഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഫിറ്റ് ചെയ്യാനും പറ്റും. ടു എനേബിൾ ദ സാഡിൽ ടു ഓപ്പറേറ്റ് ക്ലോസ് ടു ദ ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഈ സാഡിൽ ഹെഡ് സ്റ്റോക്കിന് ക്ലോസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സാഡിലിനെ കുറിച്ചൊക്കെ അടുത്ത കാരേജിൻ്റെ പോർഷനിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദ ബെഡ് വേസ് ആർ ഹൈലി ഫിനിഷ്ഡ് ബൈ ഗ്രൈൻഡിങ്. സം ലൈറ്റ്സ് ഹാവ് ദെയർ ബെഡ് വേസ് ഹാൻഡ് സ്ക്രാപ്ഡ്. Some have their bed base hardened and ground. The wear resisting qualities of bearing surfaces are improved by employing chilled iron casting. അപ്പോൾ wear resisting qualities of bearing surface ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചിൽഡ് അയൺ കാസ്റ്റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബെഡ് വേസ്, ഇതിൻ്റെ ഗൈഡ് വേസ് ഉണ്ടല്ലോ, ഈ ഗൈഡ് വേസ് എപ്പോഴും ഫ്ലെയിം ഹാർഡൻഡ് ചെയ്തതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫ്ലെയിം ഹാർഡൻഡ്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലെയ്ത്തിൻ്റെ ബെഡ് ബേസിൽ ചെയ്തിരിക്കുന്ന ഹാർഡനിങ് പ്രോസസ്സ് ഏതാണ്? ഫ്ലെയിം ഹാർഡനിങ്. ഓക്കെ, ഈ ഫിഗറാണ് നേരത്തെ പറഞ്ഞത്, മറ്റേ വി ഗൈഡിൻ്റെയും ഫ്ലാറ്റ് ഗൈഡിൻ്റെയും കോമ്പിനേഷനായിട്ട് പറയുന്നത്. പിന്നെ ബെഡ്സ് ആർ മോസ്റ്റ്ലി മേഡപ്പ് ഓഫ് ക്ലോസ്ലി ഗ്രൗണ്ട് ഗ്രേ കാസ്റ്റൈൻ. ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റൈൻ കൊണ്ടിട്ടാണ്, ഗ്രേ കാസ്റ്റൈൻ കൊണ്ടിട്ടാണ്. പിന്നെ ഗ്യാപ്പ് ബെഡ് വേ അത് കാണിച്ചിരിക്കുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അപ്പം നമുക്കിവിടെ ഇത്രയും ഡയമീറ്റർ ഉള്ള ഒരു പീസ് നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ഹെഡ് സ്റ്റോക്ക്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് എ മീൻസ് ടു അസംബിൾ ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. അതായത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള, ഇപ്പോൾ ചക്ക ആയിക്കോട്ടെ അതിനെ അസംബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് ആയിക്കോട്ടെ അതിനെ അസംബിൾ ചെയ്യുക. ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടർ ടു ദ വർക്ക്. ഇപ്പോൾ ഇതിൽ മെയിൻലി ഒരു മോട്ടർ കാണും, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ നേരത്തെ ഈ മോട്ടർ ആയിരിക്കും കറങ്ങുന്നത്. ഈ മോട്ടറിൽ നിന്ന് ഒരു ഗിയർ സിസ്റ്റം കാണും, അതിൻ്റെ അകത്തൊരു ഷാഫ്റ്റ് കാണും. ആ ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വഴിയായിരിക്കും നമ്മുടെ വർക്ക് പീസ് ചക്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടർ ടു ദ വർക്ക് ടു അക്കോമഡേറ്റ് ഷാഫ്റ്റ് ഗിയേഴ്സ് ആൻഡ് ലിവേഴ്സ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് വേരിയിങ് വർക്ക് സ്പീഡ്സ്. പിന്നെ ഈ ഷാഫ്റ്റും ഗിയേഴ്സും ലിവേഴ്സും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുക ഹെഡ് സ്റ്റോക്കിൻ്റെ ഫംഗ്ഷനാണ്. എന്തിനാണ്? വേരിയിങ് വർക്ക് സ്പീഡ്, നമുക്ക് ആവശ്യമുള്ള വർക്ക് സ്പീഡിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. ടു എൻഷുർ അറേഞ്ച്മെൻറ്റ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് ദ ഗിയേഴ്സ് ഷാഫ്റ്റ് ആൻഡ് ബിയറിങ്സ്. ഇപ്പോൾ നമുക്ക് ഗിയേഴ്സ്, ഷാഫ്റ്റ്, ബിയറിങ്സ് ഇതിലൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റും ഹെഡ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ 2 ടൈപ്പ് ഹെഡ് സ്റ്റോക്കാണ് പ്രധാനമായിട്ടുള്ളത്, ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്കും കോൺ പുള്ളി ഹെഡ് സ്റ്റോക്കും. ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്കിൻ്റെ ഫിഗറാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ബോക്സ് സെക്ഷൻ ആയിരിക്കും. കാസ്റ്റിംഗ് ഹാവിങ് എ റിമൂവബിൾ ടോപ്പ് കവർ. ടോപ്പ് കവർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പ് സെക്ഷനായി ബോക്സ് സെക്ഷൻ ആയിരിക്കും. ഇറ്റ് ഹാസ് ഇന്റേണൽ വെബ്സ് ഫോർ സ്റ്റിഫനിങ്. ഇപ്പോൾ ഇന്റേണൽ വെബ്സ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫനായിട്ട് നിർത്താനാണ്. ആൻഡ് ടു ടേക്ക് ഷാഫ്റ്റ് ബിയറിങ്സ്, സ്റ്റിഫനിങ് ആൻഡ് ടു ടേക്ക് ഷാഫ്റ്റ് ബിയറിങ്സ്, ആ ഷാഫ്റ്റ് ബിയറിങ്സിനെയൊക്കെ ക്യാരി ചെയ്യാനായിട്ട്. ഇറ്റ് ഹാസ് ആൻ ഇൻപുട്ട് ഷാഫ്റ്റ് വിച്ച് ഈസ് കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് വി ബെൽറ്റ് ടു ദ മെയിൻ മോട്ടർ. അകത്തെന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഷാഫ്റ്റ് ഉണ്ട്, അതെന്ന് പറയുന്നത് വി ബെൽറ്റുമായിട്ട് നമ്മുടെ മെയിൻ മോട്ടറുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് റൺസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. ഇറ്റ് ഈസ് ഇക്വിപ്ഡ് വിത്ത് ക്ലച്ചസ് ആൻഡ് ബ്രേക്ക്. ഇപ്പോൾ ഈ ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്കിൽ ക്ലച്ചസും ബ്രേക്കും ഉണ്ടെന്ന് ഓർക്കുക.
ഓക്കെ, നെക്സ്റ്റ് അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ദർ മേ ബി 2 or more ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഓൺ വിച്ച് സ്ലൈഡിംഗ് ഗിയേഴ്സ് ആർ മൗണ്ടഡ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് 2 or അതിലധികമോ ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഉണ്ട്, അതിലായിരിക്കും നമ്മൾ ഗിയേഴ്സ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്പീഡൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗിയർ അറേഞ്ച്മെൻറ്റ് പോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു ഫസ്റ്റിലിട്ട് പിന്നെ ജസ്റ്റ് ക്ലച്ച്, അതേപോലെ ഓട്ടോമാറ്റിക് ക്ലച്ച് ആയിരിക്കും, ജസ്റ്റ് ഗിയർ മാത്രം ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലായിരിക്കും ഈ ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മെയിൻ സ്പിൻഡിൽ ഇസ് ദ ലാസ്റ്റ് ഡ്രിവൺ ഷാഫ്റ്റ് ഇൻ ദ ഹെഡ് സ്റ്റോക്ക് അസംബ്ലി. അപ്പോൾ ആ ഹെഡ് സ്റ്റോക്ക് അസംബ്ലിയിൽ മെയിൻ സ്പിൻഡിലായിരിക്കും. ഓക്കെ, മെയിൻ സ്പിൻഡിലായിരിക്കും ഈ കാണുന്നതാണ് മെയിൻ സ്പിൻഡിലിൻ്റെ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ സ്പിൻഡിൽ ഇസ് ദ ലാസ്റ്റ് ഡ്രിവൺ ഷാഫ്റ്റ് ഇൻ ദ ഹെഡ് സ്റ്റോക്ക് അസംബ്ലി. The nose of the spindle is outside the headstock casting and is designed to accommodate the work holding devices. അപ്പോൾ അത് പുറത്തായിരിക്കും, ആ കാസ്റ്റിങ്ങിന് ഹെഡ്സ്റ്റോക്ക് കാസ്റ്റിങ്ങിൻ്റെ പുറത്തായിരിക്കും നമ്മുടെ സ്പിൻഡിലിൻ്റെ നോസ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഡിസൈൻ ടു അക്കോമഡേറ്റ് ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ദ ലിവേഴ്സ് ഓപ്പറേറ്റിംഗ് ദ ഫോക്സ് ഫോർ ദ സ്ലൈഡിംഗ് ഗിയേഴ്സ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്സ്റ്റോക്ക് കാസ്റ്റിംഗ്. ഹെഡ്സ്റ്റോക്ക് കാസ്റ്റിങ്ങിൻ്റെ പുറത്തായിട്ടായിരിക്കും നമ്മുടെ ലിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഗിയറിലോട്ട് മാറ്റുന്നത്. നമുക്ക് ഡിഫറൻറ്റ് സ്പീഡ് വേണം. ഓരോ മെറ്റീരിയലും വർക്ക് ചെയ്യുന്നത് ഓരോ സ്പീഡ് റേഞ്ചിലായിരിക്കും. അലൂമിനിയത്തിന് കൂടുതൽ സ്പീഡ് വേണം, അപ്പം നമുക്കത് കാസ്റ്റ് ചെയ്യാൻ നേരത്തെ അത്രയും സ്പീഡ് വേണ്ട. അപ്പം അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഗിയറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ലിവർ വെച്ചിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻ ദ ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് ഫിൽഡ് ഫോർ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ ഓഫ് ഇന്റേണൽ ഗിയേഴ്സ്. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ എന്ന് പറയാൻ നേരത്തെ ഒരു ടിപ്പ് കാണും, അതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സ്പ്ലാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എ സൈഡ് ഗ്ലാസ് വിത്ത് ഓയിൽ ലെവൽ മാർക്ക് ഈസ് പ്രൊവൈഡ് ടു സി ദ ഓയിൽ ലെവൽ. അപ്പോൾ നമ്മുടെ വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ പണ്ടത്തെ പൾസറൊക്കെ എടുത്ത് നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഓയിൽ ലെവൽ കാണാനായിട്ട് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓയിൽ ലെവൽ. ഓയിൽ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യുക. ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്കിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അവിടെ നിന്ന് കണക്ഷൻ വരുന്നത് ഒരു വി ബെൽറ്റ് വെച്ചിട്ടാണ് മെയിൻ മോട്ടറിൽ ഇൻപുട്ട് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നത്, ക്ലച്ചസും ബ്രേക്കും ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ അകത്ത് 2 or അതിലധികമോ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് കാണും, അതിൽ സ്ലൈഡിങ് ഗിയേഴ്സ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്പിൻഡിൽ എന്ന് പറയുന്നത് അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡ്രിവൺ ഷാഫ്റ്റ്. അവിടെയായിരിക്കും നമ്മുടെ സ്പിൻഡിൽ നോസ് പുറത്തോട്ട് നിൽക്കുന്നത്. ആ സ്പിൻഡിൽ നോസിലായിരിക്കും നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോൺ പുള്ളി ഹെഡ് സ്റ്റോക്ക്. ഈ കോൺ പുള്ളി ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റെപ്ഡ് കോൺ പുള്ളി മൗണ്ടഡ് ഓൺ ദ മെയിൻ സ്പിൻഡിൽ ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു റിവോൾവ്. ഈ കാണുന്നതാണ് കോൺ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൗണ്ടർ ഷാഫ്റ്റിൽ വരുന്ന കോൺ പുള്ളീസ്. ഇറ്റ് ഹാസ് സ്റ്റെപ്ഡ് കോൺ പുള്ളി മൗണ്ടഡ് ഓൺ മെയിൻ സ്പിൻഡിൽ ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു റിവോൾവ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ ഫ്ലാറ്റ് ബെൽറ്റ് ടു സിമിലർ കോൺ പുള്ളി. ഇവിടെ ഒരു ഫ്ലാറ്റ് ബെൽറ്റ് വെച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് ഒരു സ്പീഡ് റേഞ്ച് കിട്ടും. ഓക്കെ, ഈ മോട്ടറിൽ നിന്നായിരിക്കും ഈ കൗണ്ടർ ഷാഫ്റ്റിലോട്ട് ഡ്രൈവ് വരുന്നത്. ഈ പുള്ളി പരസ്പരം അടുപ്പിക്കാൻ നേരത്ത് അവിടെ സ്പീഡ് വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ, ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ടു സിമിലർ കോൺ പുള്ളി വിത്ത് സ്റ്റെപ്സ് അറേഞ്ച്ഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഈ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന റിവേഴ്സ് ഓർഡറിലാണ്. ഓക്കെ, ദിസ് കോൺ പുള്ളി ഗെറ്റ്സ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടർ. അപ്പോൾ ഈ മോട്ടറിൽ നിന്നായിരിക്കും നമുക്ക് ഡ്രൈവ് കിട്ടുന്നത്. ദ സ്പിൻഡിൽ ഈസ് മൗണ്ടഡ് ഓൺ ദ ബിയറിംഗ് ഓൺ ദ ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗ് ആൻഡ് ഹാസ് എ ഗിയർ വീൽ കോൾഡ് ബുൾ ഗിയർ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഒരു ബുൾ ഗിയർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത് അടുത്ത ഫിഗറിൽ കാണിച്ചു തരാം. ഇതാണ് ബുൾ ഗിയർ എന്ന് പറയുന്നത്. The spindle is mounted on the bearing on the headstock casting and has a gear wheel called bull gear keyed to it. A pinion is coupled to the cone pulley. ഈ ഇവിടെ എന്ന് പറയുന്നത് കോൺ പുള്ളിയായിട്ടൊരു പിനിയനും കപ്പിൾ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ സ്പിൻഡിൽ ഈസ് മൗണ്ടഡ് ഓൺ ദ ബാക്ക് ഗിയർ യൂണിറ്റ് ഹാസ് എ ഷാഫ്റ്റ് വിച്ച് ക്യാരീസ് എ ഗിയർ ആൻഡ് എ പിനിയൻ. അപ്പം നമുക്ക് ബാക്ക് ഗിയർ എന്ന് പറഞ്ഞൊരു മെക്കാനിസം പഠിക്കാനുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് ബാക്ക് ഗിയർ യൂണിറ്റ്. അതിലും ഒരു ഗിയറും ഒരു പിനിയനും ഉണ്ട്.
Okay. The back gear unit has a shaft which carries a gear and a pinion. The number of teeth of the gear and pinion on the back gear shaft corresponds to the number of teeth on the bull gear and pinion. അപ്പം ഈ ബുൾ ഗിയറിൻ്റെയും ഈ പിനിയൻ്റെയും അതേ നമ്പർ ഓഫ് ടീത്ത് ആയിരിക്കും നമ്മുടെ ബാക്ക് ഗിയർ യൂണിറ്റിൻ്റെ ഗിയറിനും പിനിയനും കൊടുത്തിരിക്കുന്നത്. The axis of the back gear shaft is parallel to the axis of the main spindle. ഇപ്പോൾ ഈ ബാക്ക് ഗിയർ ഷാഫ്റ്റിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺപുള്ളി ഉണ്ടല്ലോ അതിൻ്റെ ആക്സിസിന് പാരലായിരിക്കും, മെയിൻ ആക്സിസ് ഓഫ് ദ സ്പിൻഡിൽ. ദ ബാക്ക് ഗിയർ ഈസ് എൻഗേജ്ഡ് ഓർ ഡിസെൻഗേജ്ഡ് വിത്ത് ദ കോൺപുള്ളി സിസ്റ്റം ബൈ മീൻസ് ഓഫ് എ ലിവർ. ഇവിടെ എന്ന് പറയുന്നത് എൻഗേജ് ചെയ്യുന്നതും ഡിസെൻഗേജ് ചെയ്യുന്നതും ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലിവർ. ആ ലിവർ താഴ്ത്തോട്ട് താഴ്ത്താൻ നേരത്താണ് ഈ ബുൾ ഗിയറുമായിട്ട് ഈ പിനിയനും ഇതിൻ്റെ പിനിയനായിട്ട് ഈ ഗിയറും കണക്റ്റ് ആവുന്നത്. അതിനാദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ബുൾ ഗിയറിൻ്റെ കൂടെ ഒരു എൻഗേജിങ് പിന്നുണ്ട്, അതാദ്യം ലൂസൺ ചെയ്യും. അത് ലൂസൺ ചെയ്തിട്ട് ഈ ലിവർ നമ്മൾ പയ്യെ താഴ്ത്തോട്ട് താത്തും. ആ സമയത്ത് ഈ ഗിയർ ബാക്ക് ഗിയറിൻ്റെ പിനിയനും ഇതുമായിട്ട് കണക്ഷൻ വരും, നമ്മുടെ ബുൾ ഗിയറുമായിട്ട് കണക്ഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ കോൺപുള്ളിയുടെ അവിടെ ഉള്ള പിനിയനും ബാക്ക് ഗിയർ യൂണിറ്റിൻ്റെ ഗിയറുമായിട്ട് കണക്ഷൻ വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്പിൻഡിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യും. അതാണ് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. ബാക്ക് ഗിയർ യൂണിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് ഇൻ ദ സ്പിൻഡിൽ സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് എ 3-stepped cone pulley headstock provides 3 direct ranges of speeds through a belt connection. അപ്പോൾ നമുക്ക് ഈ 3-stepped cone പുള്ളിയിൽ നമുക്ക് അത് കൂടാതെ 3 സ്പീഡ് കൂടാതെ നമ്മൾ ഈ ബാക്ക് ഗിയർ അറേഞ്ചും കൂടെ ചെയ്യാവുന്ന സമയത്ത് 3 റെഡ്യൂസിങ് സ്പീഡും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ 3+3. ഇപ്പോൾ ഒരു 3-stepped cone പുള്ളിയിൽ എത്ര സ്പീഡ് ഉണ്ടെന്ന് ചോദിക്കും. 3 സ്റ്റെപ്പ് കോൺ പുള്ളിയിൽ എത്ര സ്പീഡ് റേഞ്ച് ഉണ്ടെന്ന് ചോദിക്കും. അത് 6 ആണ്. ഓക്കെ, 3-stepped cone pulley headstock provides 3 direct ranges of speed through a belt connection. With the back gear in engagement, 3 further ranges of reduced speeds can be obtained. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. സ്റ്റെപ്ഡ് കോൺ പുള്ളി ഹെഡ്സ്റ്റോക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ക്യാൻ ടേക്ക് അപ്പ് ഹെവി ലോഡ് എടുക്കാൻ പറ്റും. ലെസ് നോയ്സ് ഡ്യൂറിങ് വർക്കിംഗ്. ഈ ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് അധികം നോയ്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഈസി ടു മെയിൻറ്റെയിൻ. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 6 സ്പീഡേ ഉള്ളെന്ന്. ഇപ്പം 4-stepped കോൺ പുള്ളി ആണെങ്കിൽ 8 സ്പീഡ് വരും. 3-stepped ആയതുകൊണ്ട് 6 സ്പീഡ്. ഇറ്റ് ടേക്സ് ടൈം ടു ചേഞ്ച് ദ സ്പിൻഡിൽ സ്പീഡ്. ഇപ്പം നമുക്ക് മറ്റേതിലെന്ന് പറയുന്നത് ജസ്റ്റ് ആ ലിവർ ഒന്ന് മാറ്റിയാൽ മതി ഗിയർ ചേഞ്ച് ചെയ്യാൻ. ഇതിലെന്ന് പറയുന്നത് നമ്മൾ ഹെഡ് സ്റ്റോക്ക് ടോപ്പ് കവർ മാറ്റിയിട്ട് ബെൽറ്റ് അടുത്ത പുള്ളിയിലോട്ട് മാറ്റിയിടണം. അപ്പം സ്പിൻഡിൽ സ്പീഡ് മാറ്റാനായിട്ട് ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കോൺ പുള്ളി ഹെഡ് സ്റ്റോക്കിൽ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ആ ബാക്ക് ഗിയർ മെക്കാനിസം എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സ്പിൻഡിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എത്ര സ്പീഡ് റേഞ്ച് കിട്ടും, അതായത് 3 ഡയറക്റ്റും കിട്ടും, ബാക്ക് ഗിയർ അറേഞ്ച് ചെയ്യാൻ നേരത്ത് 3 റെഡ്യൂസിങ് സ്പീഡും കിട്ടും. അപ്പം ടോട്ടൽ 6. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കി വെക്കുക. ഹെവി ലോഡ് എടുക്കാൻ പറ്റും, നോയ്സ് കുറവാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, ആ സ്റ്റെപ്സിനനുസരിച്ചിരിക്കും കോൺപുള്ളിയിലുള്ള. പിന്നെ എന്ന് പറയുന്നത് സ്പിൻഡിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇറ്റ് ടേക്സ് ടൈം, ഒരുപാട് ടൈം എടുക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരേജിനെ കുറിച്ചാണ്. ക്യാരേജ് എന്ന് പറയുന്നത് ക്യാരേജ് ഇസ് ദ ഫീച്ചർ ഓഫ് എ ലെയ്ത്ത് ദാറ്റ് പ്രൊവൈഡ്സ് എ മെത്തേഡ് ഓഫ് ഹോൾഡിങ് ആൻഡ് മൂവിങ് ദ കട്ടിംഗ് ടൂൾ. അതായത് നമ്മുടെ കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യാനും മൂവ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ലെയ്ത്തിൽ കൊടുത്തിരിക്കുന്നത് ക്യാരേജിലാണ്. ഇറ്റ് ക്യാൻ ബി ലോക്ക്ഡ് അറ്റ് എനി ഡിസൈഡ് പൊസിഷൻ ഓൺ ദ ലെയ്ത്ത് ബെഡ്. നമുക്ക് ആ ക്യാരേജ് എന്ന് പറയുന്നത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ലെയ്ത്ത് ബെഡിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മേജർ പാർട്സ്, നെയിംലി ഏപ്രോൺ ആൻഡ് സാഡിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഏപ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏപ്രോണും സാഡിലും ആണ് ക്യാരേജിലെ മേജർ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഏപ്രോൺ എന്ന് പറയുന്നത് നമ്മുടെ
ഏപ്രോൺ ഈസ് ബോൾട്ടഡ് ടു ദ ഫ്രണ്ട് ഓഫ് ദ സാഡിൽ. സാഡിലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഏപ്രോൺ. ഏപ്രോൺ എന്ന് പറയുന്നത് ഈ കാണുന്ന ആ സെറ്റിനാണ് ഏപ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏപ്രോൺ ഈസ് ബോൾട്ടഡ് ടു ദ ഫ്രണ്ട് ഓഫ് ദ സാഡിൽ. ഇറ്റ് കണ്ടെയ്ൻസ് മെക്കാനിസം ഫോർ മൂവിങ് ആൻഡ് കൺട്രോളിങ് ദ ക്യാരേജ്. ക്യാരേജിനെ മൂവ് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ ഏപ്രോണിലാണ്. ദ മെയിൻ പാർട്സ് ഓഫ് ആൻ ഏപ്രോൺ ആർ. ഇപ്പോൾ ഒരു ഏപ്രോണിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവേഴ്സിങ് ഹാൻഡ് വീൽ ഉണ്ട്, പിന്നെ ഒരു ഫീഡ് ലിവർ ഉണ്ട്, ഫീഡ് സെലക്ടർ ഉണ്ട്, ലീഡ് സ്ക്രൂ എൻഗേജ്മെൻ്റ് ഉണ്ട്. ഫീഡ് സെലക്ടർ, ലീഡ് സ്ക്രൂ എൻഗേജ്മെൻറ്റ്. ലീഡ് സ്ക്രൂ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ത്രെഡ് കട്ടിങ് ഓപ്പറേഷനിലൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അത് അടുത്ത പാർട്ടാണ് സാഡിൽ. സാഡിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഒരു എച്ച് സെക്ഷനാണ്. ഇവിടെയുള്ള ഒരു എച്ച് സെക്ഷൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് ഹാവിങ് വി ഗൈഡ് ഗ്രൂവ്സ് അറ്റ് ദ ബോട്ടം ഫേസ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു വി ഗൈഡ് ഗ്രൂവ്സ് ആണ് ബോട്ടം ഫേസിൽ. ആ ലെയ്ത്ത് ബെഡ് ബേസിൽ അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് മൗണ്ട് ചെയ്യാനും അതിൽ കൂടെ സ്ലൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. കറസ്പോണ്ടിങ് ടു ദ ലെയ്ത്ത് ബെഡ് വേസ് ഫോർ മൗണ്ടിങ് ഓൺ ദ ലെയ്ത്ത് ബെഡ് ആൻഡ് ഫോർ സ്ലൈഡിങ്. പിന്നെ ആ ഒരു സാഡിലിൻ്റെ പാർട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ക്രോസ് സ്ലൈഡ്. നമുക്ക് ടൂളിൽ ക്രോസ് ഫീഡ് കൊടുക്കാനായിട്ടാണ് ക്രോസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ക്രോസ് സ്ലൈഡ് ഈസ് മൗണ്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സാഡിൽ. സാഡിലിൻ്റെ ടോപ്പിൽ സാഡിൽ അതിൻ്റെ ടോപ്പിൽ ക്രോസ് സ്ലൈഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ക്രോസ് മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ. ടൂളിൻ്റെ ക്രോസ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ഫിറ്റഡ് അറ്റ് ദ റൈറ്റ് ആംഗിൾസ് ടു ദ ബെഡ് ആൻഡ് ഈസ് മൂവ്ഡ് ബൈ മീൻസ് ഓഫ് എ സ്ക്രൂഡ് സ്പിൻഡിൽ. ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രൂഡ് സ്പിൻഡിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് സ്ലൈഡ് എങ്കിൽ, ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോർഷനാണ്. ഇതിൻ്റെ അകത്ത് ഒരു സ്ക്രൂഡ് സ്പിൻഡിലുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹാൻഡ് വീലുണ്ട്. അപ്പോൾ ഇത് തിരിക്കുന്നതനുസരിച്ച് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ് ടൂളിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുന്നത്. അതായത് ബെഡിന് 90 ഡിഗ്രി ആയിട്ടാണ് നമ്മുടെ ക്രോസ് സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ഫിറ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ബെഡ് ആൻഡ് ഈസ് മൂവ്ഡ് ബൈ മീൻസ് ഓഫ് എ സ്ക്രൂഡ് സ്പിൻഡിൽ ഫിറ്റഡ് വിത്ത് എ ഹാൻഡിൽ. എ ഗ്രാജുവേറ്റഡ് കോളർ മൗണ്ടഡ് ഓൺ ദ സ്ക്രൂ റോഡ് അലോങ് വിത്ത് ദ ഹാൻഡ് വീൽ. അപ്പോൾ ഈ ഹാൻഡ് വീലിനോടൊപ്പം തന്നെ ഒരു കോളർ കൊടുത്തിട്ടുണ്ട്. അത് ഗ്രാജുവേറ്റഡ് ആണ്. അതാണ് നമുക്ക് ഫൈൻ മൂവ്മെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ടൂൾ എത്രത്തോളം ഫീഡ് കൊടുക്കണമെന്ന്, അങ്ങോട്ട് ഡെപ്ത് ഓഫ് കട്ട് എത്ര കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ക്രോസ് സ്ലൈഡ് വെച്ചിട്ടാണ്. കോമ്പൗണ്ട് റെസ്റ്റ് നെക്സ്റ്റ് വരുന്നത്. കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ആൻഡ് ദ ഫ്രണ്ട് ഓഫ് ദ ക്രോസ് സ്ലൈഡ്. ഈ ക്രോസ് സ്ലൈഡിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മുടെ ഈ കാണുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് റെസ്റ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ആൻഡ് ടു ദ ഫ്രണ്ട് ഓഫ് ദ ക്രോസ് സ്ലൈഡ്. ദ കോമ്പൗണ്ട് റെസ്റ്റ് ക്യാൻ ബി സിവൽഡ് ഹൊറിസോണ്ടലി ത്രൂ 360 ഡിഗ്രി. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. കോമ്പൗണ്ട് റെസ്റ്റിന് സിവൽ ചെയ്യാൻ പറ്റുന്ന, ഹൊറിസോണ്ടലി സിവൽ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്തത് ടോപ്പ് സ്ലൈഡ്. ടോപ്പ് സ്ലൈഡ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കോമ്പൗണ്ട് റെസ്റ്റ്. ഈ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ടോപ്പ് സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. ആ ടോപ്പ് സ്ലൈഡിൻ്റെ മുകളിലാണ് ടൂൾ പോസ്റ്റ് വരുന്നത്. ഇറ്റ് സപ്പോർട്ട് ദ ടൂൾ പോസ്റ്റ് വിച്ച് ഹോൾഡ്സ് എ കട്ടിംഗ് ടൂൾ. ടോപ്പ് സ്ലൈഡ് പ്രൊവൈഡ്സ് എ ലിമിറ്റഡ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഫോർ ദ കട്ടിംഗ് ടൂൾ. അപ്പോൾ ഈ ടോപ്പ് സ്ലൈഡ് എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റഡ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ കാര്യം ഓർത്തിരിക്കുക. ബൈ സിവലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് ദ ടോപ്പ് സ്ലൈഡ് ക്യാൻ ബി സെറ്റ് അറ്റ് ആൻ ആംഗിൾ ടു ദ ക്രോസ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് സിവൽ ചെയ്യും ടേപ്പർ ടേണിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ടോപ്പ് സ്ലൈഡ് ക്യാൻ ബി സെറ്റ് അറ്റ് ആൻ ആംഗിൾ ടു ദ ക്രോസ് സ്ലൈഡ്. അപ്പോൾ ഈ ടോപ്പ് സ്ലൈഡ് എന്ന് പറയുന്നത് ക്രോസ് സ്ലൈഡുമായിട്ട് ഒരു ആംഗിളിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ദ കോമ്പൗണ്ട് റെസ്റ്റ് ഈസ് സെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ടോപ്പ് സ്ലൈഡ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ക്രോസ് സ്ലൈഡ്. കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിവൽ ചെയ്തിരിക്കുന്നത് ഒരു ടേപ്പർ ടേൺ ചെയ്യാനായിരിക്കും. ഓക്കെ, യൂഷ്വലി ദ കോമ്പൗണ്ട് റെസ്റ്റ് ഈസ് സെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ടോപ്പ് സ്ലൈഡ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ക്രോസ് സ്ലൈഡ്. ക്രോസ് സ്ലൈഡിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും നമ്മുടെ ടോപ്പ് സ്ലൈഡ് ഇരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത പാർട്ടാണ് ടെയിൽ സ്റ്റോക്ക്. ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു സ്ലൈഡിങ് യൂണിറ്റ് ആണ്.
ബെഡ് ബേസ് ഓഫ് ദ ലെയ്ത്ത് ബെഡ്. ലെയ്ത്ത് ബെഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഒരു സ്ലൈഡിംഗ് യൂണിറ്റ് ആണ് ടെയിൽ സ്റ്റോക്ക്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ലെയ്ത്ത്. ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ 2 പാർട്സ്, നെയിംലി ബേസ് ആൻഡ് ദ ബോഡി. ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന ഒരു ബേസും ഉണ്ടാകും, ഒരു ബോഡി ഉണ്ടാകും. ഓക്കെ, 2 പാർട്ടായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബേസ് ബോട്ടം ഈസ് മെഷീൻഡ് ആക്യുറേറ്റ്ലി ആൻഡ് ഹാസ് വി ഗ്രൂവ്സ് കറസ്പോണ്ടിങ് ടു ദ ബെഡ് ബേസ്. ബെഡ് ബേസിൽ വി ഗ്രൂവ്സ് കാണുമല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബേസിൻ്റെ ബോട്ടത്തിൽ വി ഗ്രൂവ്സ് മെഷീൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ സ്ലൈഡ് ഓവർ ദ ബെഡ് ആൻഡ് ക്യാൻ ബി ക്ലാംപ്ഡ് അറ്റ് എനി പൊസിഷൻ ഓൺ ദ ബെഡ് ബൈ മീൻസ് ഓഫ് ദ ക്ലാമ്പിംഗ് യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഒരു ക്ലാമ്പിംഗ് യൂണിറ്റ് ആണ്. ഇതാണ് ക്ലാമ്പിംഗ് യൂണിറ്റ്. ഈ ക്ലാമ്പിംഗ് യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ആ ബെഡ് ബേസിൽ എവിടെ വേണമെങ്കിലും ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ബോൾട്ട് ഇട്ട് അവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ദ ബോഡി ഓഫ് ദ ടെയിൽ സ്റ്റോക്ക് ഈസ് അസംബിൾഡ് ടു ദ ബേസ്. ഈ ബോഡി ടെയിൽ സ്റ്റോക്കിന് 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ബോഡി എന്ന് പറയുന്ന ബേസുമായിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ റിയർ എൻഡ് ഓഫ് ദ ബേസ് ആൻഡ് 0 ലൈൻ ഈസ് മാർക്ക്ഡ് ഓൺ ദ ബോഡി. അപ്പം ഈ ബേസിൻ്റെ റിയർ എൻഡിൽ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട്, ബോഡിയിൽ 0 ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൻ ബോത്ത് 0 ലൈൻസ് കോയിൻസൈഡ്, ആക്സിസ് ഓഫ് ദ ടെയിൽ സ്റ്റോക്ക് ഈസ് ഇൻ ലൈൻ വിത്ത് ദ ആക്സിസ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസും ഉണ്ട് ബോഡി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ബോഡിയിൽ 0 ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബേസിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിൽ 0 ലൈൻസ് കോയിൻസൈഡ് ചെയ്യാൻ നേരത്ത് ടെയിൽ സ്റ്റോക്കിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് സ്റ്റോക്കിൻ്റെ ആക്സിസുമായിട്ട് ഇൻലൈനിലായിരിക്കും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോള് ഡ്രിൽ ചെയ്യാൻ നേരത്ത് അത് എക്സെൻട്രിക് ആയി പോകും. ഓക്കെ, ഇൻലൈനിലായിരിക്കണം എപ്പോഴും. ദ ബോഡി ആൻഡ് ബേസ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് കാസ്റ്റ് അയൺ. അപ്പം ബോഡിയും ബേസും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കാം. അത് കാസ്റ്റ് അയൺ ആണ്. ഇനി ആ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസ് എന്ന് പറയുന്നത് ഈ താഴെ കാണിച്ചിരിക്കുന്നു ഈ പോർഷനാണ് ബേസ്. ബോഡി എന്ന് പറയുന്നത് ഈ മേളിൽ കാണിച്ചിരിക്കുന്നതാണ്. സ്പിൻഡിൽ എന്ന് പറയുന്നത് ഈ പോർഷനാണ്. പിന്നെ സ്പിൻഡിൽ ലോക്കിംഗ് ലിവർ ഉണ്ട്. സ്പിൻഡിൽ ലോക്കിംഗ് ലിവർ എന്ന് പറയുന്നത് മേളിൽ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സ്ക്രൂ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സ്ക്രൂ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് നെറ്റ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് നെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊരു ഇതുണ്ട്, അതിനാണ് ഓപ്പറേറ്റിംഗ് നെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടെയിൽ സ്റ്റോക്ക് ഹാൻഡ് വീല്, പിന്നെ ഒരു കീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കീ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെ ഒരു ചെറിയൊരു കീ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റ് സ്ക്രൂ, സെറ്റ് ഓവർ സ്ക്രൂ ഉണ്ട്. പിന്നെ ക്ലാമ്പിംഗ് ബോൾട്ട് ഉണ്ട്, 2 ക്ലാമ്പിംഗ് ബോൾട്ട്, സെറ്റ് സ്ക്രൂ. ഓക്കെ, പിന്നെ ഒരു ഫംഗ്ഷൻ ഓഫ് എ ടെയിൽ സ്റ്റോക്ക്. ബൈ റൊട്ടേറ്റിംഗ് ദ ഹാൻഡ് വീൽ ദ ബാരൽ ക്യാൻ ബി മൂവ്ഡ് ഫോർവേഡ് ഓർ ബാക്ക്വേഡ്. ഇപ്പോൾ നമ്മൾ ഹാൻഡ് വീൽ മൂവ് ചെയ്യാൻ നേരത്ത് ടെയിൽ സ്റ്റോക്കിൻ്റെ ബാരൽ എന്ന് പറയുന്നത് ഫോർവേഡോ ബാക്ക്വേഡോ മൂവ് ചെയ്യും. ദ ബാരൽ ക്യാൻ ബി ലോക്ക്ഡ് ഇൻ എനി റിക്വയർഡ് പൊസിഷൻ. ആ ബാരൽ എന്ന് പറയുന്നത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ലോക്ക് ചെയ്യാൻ പറ്റും. ദ ഹോളോ എൻഡ് ഓഫ് ദ ബാരൽ അറ്റ് ദ ഫ്രണ്ട് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ മോഡ് സ്റ്റേപ്പർ ടു അക്കോമഡേറ്റ് ദ കട്ടിംഗ് ടൂൾസ് വിത്ത് ടേപ്പർ ഷാങ്ക്. അപ്പോൾ ഒരു മോഡ് സ്റ്റേപ്പർ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് ടൂൾസ് ആയിട്ടുള്ള ഡ്രില്ലോ റീമറോ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ടേപ്പർ ഷാങ്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡ് സ്റ്റേപ്പർ കൊടുത്തിരിക്കുന്നത്. ഗ്രാജുവേഷൻസ് ആർ സംടൈംസ് മാർക്ക്ഡ് ഓൺ ദ ബാരൽ ടു ഇൻഡിക്കേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബാരൽ. ഗ്രാജുവേഷൻസ് നമുക്ക് ബാരലിൽ കൊടുത്തിട്ടുണ്ട്. സംടൈംസ് മാർക്ക്ഡ് ഓൺ ദ ബാരൽ ടു ഇൻഡിക്കേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബാരൽ. ബാരലിൻ്റെ മൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടാണ്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് ബോഡി ക്യാൻ ബി മൂവ്ഡ് ഓവർ ദ ബേസ് laterally and the amount of movement may be read approximately referring to the graduations marked. This arrangement is to offset the center of the tailstock as required as taper turning. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പർ ടേണിങ്ങിന് നമ്മൾ ടെയിൽ സ്റ്റോക്ക് സെറ്റ് അവർ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രാജുവേഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പർപ്പസ് ഓഫ് ടെയിൽ സ്റ്റോക്ക്. ഒരു ടെയിൽ സ്റ്റോക്കിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്? ടു അക്കോമഡേറ്റ് ദ ഡെഡ് സെൻറ്റർ ടു സപ്പോർട്ട് ലെങ്തി വർക്ക് ടു ക്യാരി ഔട്ട് ദ ലൈത്ത് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ലെങ്തി വർക്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഡെഡ് സെൻറ്ററിൽ. അക്കോമഡേറ്റ് ദ ഡെഡ് സെൻറ്റർ ടു സപ്പോർട്ട് ലെങ്തി വർക്ക് ടു ക്യാരി ഔട്ട് ദ ലൈത്ത് ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു വർക്ക് ഒന്ന് ഹെഡ് സ്റ്റോക്കിൻ്റെ സ്പിൻഡിലായിരിക്കും ലൈഫ് സെൻറ്റർ, ഒരെണ്ണം ടെയിൽ സ്റ്റോക്കിൽ ഡെഡ് സെൻറ്ററിൽ. ഓക്കെ, ടു ഹോൾഡ് കട്ടിംഗ് ടൂൾസ് ലൈക്ക് ഡ്രിൽസ്, റീമേഴ്സ്, ഡ്രിൽ ചക്സ് പ്രൊവൈഡഡ് വിത്ത് ടേപ്പർ ഷാങ്ക്. നമുക്കൊരു ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യണം, അതിന് ഡ്രിൽ ചക്കോ ഡ്രിൽ ബിറ്റോ റീമറോ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഈ ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യാറുണ്ട്.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, അതിനെക്കുറിച്ചൊക്കെയാണ്. ഓക്കെ, കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് അറ്റ് വിച്ച് ദ കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദ മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ് പെർ മിനിറ്റ്. ഇപ്പോൾ ഒരു കട്ടിംഗ് എഡ്ജ് നമ്മുടെ മെറ്റീരിയൽ പാസ് ചെയ്യുന്ന ആ സ്പീഡിനെയാണ് പറയുന്നത് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. അത് സാധാരണ സ്പീഡ് പറയുന്നത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, ഇവിടെ മീറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ലെയ്ത്തിൻ്റെ കട്ടിംഗ് സ്പീഡ് പറയുന്നത് മീറ്റർ പെർ മിനിറ്റിലാണ്. വെൻ എ വർക്ക് ഓഫ് എ ഡയമീറ്റർ ഈസ് ടേൺഡ് ഇൻ 1 revolution, the length of the portion of the work in contact with the tool is pi d. When the work is making in n revolution per minute, the length of the work contact with the tool is pi d n. This is converted into meters and expressed in formula as form. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കട്ടിംഗ് സ്പീഡിൻ്റെ ഇക്വേഷൻ V is equal to pi d n by 1000 മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, ഇതിൽ V എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ് ആണ്. പൈ എന്ന് പറയുന്നത് 3.14 അല്ലെങ്കിൽ 22/7 കൊടുക്കുക. പിന്നെ D എന്ന് പറയുന്നത് ആ ഡയമീറ്റർ ഓഫ് വർക്ക് ഇൻ mm ആണ്. ഓക്കെ, N എന്ന് പറയുന്നത് RPM. ഇത് mm ആയതുകൊണ്ടാണ് നമ്മളവിടെ 1000 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മീറ്ററിലാണ് എന്നുണ്ടെങ്കിൽ 1000 വേണ്ട ആവശ്യമില്ല. ഓക്കെ, when more material is to be removed in lesser time, higher cutting speed is needed. നമുക്ക് കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യണം, അപ്പോൾ നമുക്ക് ഹയർ കട്ടിംഗ് സ്പീഡ് ആവശ്യമാണ്. ദിസ് മേക്ക് ദ സ്പിൻഡിൽ ടു റൺ ഫാസ്റ്റർ ബട്ട് ദ ലൈഫ് ഓഫ് ദ ടൂൾ വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിൽ കൂടുതൽ വേഗത്തിൽ കറങ്ങും, പക്ഷേ ടൂൾ ലൈഫ് കുറയും. ഡ്യൂ ടു മോർ ഹീറ്റ് ബീങ് ഡെവലപ്ഡ്. കൂടുതൽ സ്പീഡിൽ കട്ടിംഗ് സ്പീഡ് കൊടുക്കാൻ നേരത്ത് അവിടെ ഹീറ്റ് ജനറേഷൻ കൂടുതലായിരിക്കും. ദ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ്സ് ആർ ഗിവൺ ഇൻ എ ചാർട്ട്. ഇപ്പോൾ ഓരോ മെറ്റീരിയലിനും കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കട്ടിംഗ് സ്പീഡിൻ്റെ ഒരു ചാർട്ടുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആസ് ഫാർ ആസ് പോസിബിൾ ദ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ്സ് ആർ ടു ബി ചൂസൺ ഫ്രം ദ ചാർട്ട് ആൻഡ് സ്പിൻഡിൽ സ്പീഡ് കാൽക്കുലേറ്റഡ് ബിഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻ. കറക്റ്റ് കട്ടിംഗ് സ്പീഡ് വിൽ പ്രൊവൈഡ് നോർമൽ ടൂൾ ലൈഫ് അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ബ്ലാ 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 പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു കട്ടിംഗ് ടൂള് സെലക്ട് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, നമുക്ക് മെഷീൻ ചെയ്യണം. അതിന് പ്രോപ്പറായിട്ടുള്ള കട്ടിംഗ് സ്പീഡ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഫാക്ടേഴ്സ് ഗവർണിംഗ് ദ കട്ടിംഗ് സ്പീഡ്. അതിന് മുന്നേ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് RPM കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫാക്ടേഴ്സ് ഗവർണിംഗ് ദ കട്ടിംഗ് സ്പീഡ്. അപ്പോൾ ഒരു കട്ടിംഗ് സ്പീഡിനെ ഗവൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? അപ്പോൾ നമുക്ക് എത്രത്തോളം ഫിനിഷ് വേണം, പിന്നെ ഡെപ്ത് ഓഫ് കട്ട്, എത്രത്തോളം ഡെപ്ത് ഓഫ് കട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 50 mm ഉള്ള ഒരു ഡയ നമുക്ക് 40 mm ആയിട്ട് മാറ്റണം എങ്കിൽ നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നത് 5 mm ആയിരിക്കും. ഓക്കെ, 5 mm കൊടുക്കാൻ നേരത്ത് ഇവിടെ നിന്ന് 5 mm കിട്ടാവും, ഇവിടെ നിന്ന് 5 mm കിട്ടാവും. ഓക്കെ, പിന്നെ ടൂൾ ജോമെട്രി എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. മെറ്റീരിയലും ആംഗിളും കാര്യങ്ങളെല്ലാം, സൈഡ് റേക്ക് ആംഗിൾ, ബാക്ക് റേക്ക് ആംഗിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടീസ് ആൻഡ് റിജിഡിറ്റി ഓഫ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് മൗണ്ടിങ്. ഇപ്പോൾ കട്ടിംഗ് ടൂളിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ റിജിഡിറ്റി, പിന്നെ അത് മൗണ്ട് ചെയ്തിരിക്കുന്നത്, അതെല്ലാം കട്ടിംഗ് സ്പീഡിനെ ഗവർണിങ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ വർക്ക് പീസ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ വർക്ക് പീസിൻ്റെ റിജിഡിറ്റി, പിന്നെ ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ്. ഓക്കെ, ഇന്നലെ ഒരു ക്വസ്റ്റ്യനിൽ ടെലിഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഹാർഡൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ ഹാർഡൻ ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് അത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഫീഡ് ഓഫ് ദ ടൂൾ ഇസ് ദ ഡിസ്റ്റൻസ് ഇറ്റ് മൂവ്സ് അലോങ് ദ വർക്ക് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ വർക്ക് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ. ഇപ്പോൾ ഫീഡ് എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ. ലെയ്ത്തിൻ്റെ ഓർത്ത് വെച്ചേക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കും. ഫീഡ് ഓഫ് ദ ടൂൾ ഇസ് ദ ഡിസ്റ്റൻസ് ഇറ്റ് മൂവ്സ് അലോങ് ദ വർക്ക് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ വർക്ക്. അതായത് ആ വർക്ക് ഓരോ റെവല്യൂഷനിൽ കറങ്ങും തോറും എത്രത്തോളമാണ്, ഇപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ആണെങ്കിൽ ടൂൾ എത്രത്തോളമാണ് മില്ലിമീറ്റർ മൂവ് ചെയ്തത്, ഒരു ക്രോസ് ഫീഡ് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളമാണത് ഒരു റെവല്യൂഷനിൽ മൂവ് ആയെന്നുള്ളതാണ് ഫീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫീഡ് ഓഫ് ദ ടൂൾ ഇസ് ദ ഡിസ്റ്റൻസ് ഇറ്റ് മൂവ്സ് അലോങ് ദ വർക്ക് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ വർക്ക് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ. ഫാക്ടേഴ്സ് ഗവർണിംഗ് ദ ഫീഡ് എന്ന് പറയുന്നത് ടൂൾ ജോമെട്രി. ഓക്കെ, പിന്നെ സർഫസ് ഫിനിഷ് റിക്വയർഡ് ഓൺ വർക്ക്, വർക്കിൽ എത്രത്തോളം സർഫസ് ഫിനിഷ് ആവശ്യമാണ്, പിന്നെ ടൂളിൻ്റെ റിജിഡിറ്റി. പിന്നെ അടുത്ത പറയാനുള്ളത്
Rate of metal removal. The volume of the metal removal is the volume of chip that is removed from the work in 1 minute. അപ്പോൾ ഒരു മിനിറ്റിൽ എത്രത്തോളം വോളിയം ചിപ്പാണ് മെറ്റീരിയൽ റിമൂവൽ നടന്നതെന്നുള്ളതാണ്. വോളിയം ഓഫ് മെറ്റൽ റിമൂവൽ ഇസ് ദ വോളിയം ഓഫ് ചിപ്പ് ദാറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ വർക്ക് ഇൻ 1 minute ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ മൾട്ടിപ്ലൈങ് കട്ടിംഗ് സ്പീഡ്, ഫീഡ് റേറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കട്ടിംഗ് സ്പീഡ്, ഫീഡ് റേറ്റ്, പിന്നെ ഡെപ്ത് ഓഫ് കട്ട്, ഇത്രയും കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്താണ് നമുക്ക് റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ കിട്ടുന്നത്, വോളിയം കിട്ടുന്നത്. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ അലൂമിനിയത്തിൻ്റെ കട്ടിംഗ് സ്പീഡ് പഠിച്ച് വെച്ചേക്കുക. 70 to 100 മീറ്റർ പെർ മിനിറ്റ് ആണ്. പിന്നെ കാസ്റ്റ് അയൺ 25 to 40, സ്റ്റീലിൻ്റെ 35 to 50. സ്റ്റീലിൻ്റെ തന്നെ മൈൽഡ് സ്റ്റീലിൻ്റെ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് സാധാരണ നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ 30 മീറ്റർ പെർ മിനിറ്റ് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് നോക്കി കുത്തുക. ഓക്കെ, പിന്നെ അലോയ് സ്റ്റീലുണ്ട്. ഹൈ അലോയ് സ്റ്റീലിൽ അതെന്ന് പറയുന്നത് 5 to 10 ആണ്. പിന്നെ ഈ ബ്രാസിനും മറ്റേ കോപ്പറിനുമൊക്കെ ഏകദേശം ഒരു റേഞ്ചിലൊക്കെ വന്ന് കിടക്കുന്നത്. ബ്രാസ് എന്ന് പറയുന്നത് ആൽഫ ഡക്റ്റൈൽ ആണെങ്കിൽ 50 to 80, ഫ്രീ കട്ടിംഗ് ആണെങ്കിൽ 70 to 100, ബ്രോൺസ് വരാൻ നേരത്ത് 35 to 70, കോപ്പറിന് 35 to 70. പിന്നെ ഫീഡ് എന്ന് പറയുന്നത് 0.2 to 1 റേഞ്ചിലാണ് നമ്മൾ അലുമിനിയത്തിന് കൊടുക്കുന്നത്. പിന്നെ കുറവ് ഫീഡ് കൊടുക്കുന്ന ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ് കാസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ 0.15 to 0.7 ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിനും 0.15 to 0.7 ആണ് ഫീഡ് കൊടുക്കുന്നതെന്ന് ഓർക്കുക. ബാക്കി ഒട്ടുമിക്കതിനും 0.2 to 1 എന്നുള്ള റേഞ്ചാണ്. ഹൈ അലോയിൽ വരാൻ നേരത്ത് 0.08 to 0.3 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ ഫോർ സൂപ്പർ HSS ടൂൾസ് ദ ഫീഡ് ഷുഡ് റിമെയിൻ ദ സെയിം ബട്ട് കട്ടിംഗ് സ്പീഡ്സ് കുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 15 to 20%. അപ്പോൾ സൂപ്പർ ഹൈ സ്പീഡ് സ്റ്റീലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കട്ടിംഗ് സ്പീഡ് 15% മുതൽ 20% വരെ കൂട്ടാൻ പറ്റും, സെയിം ഫീഡിൽ തന്നെ. എ ലോവർ സ്പീഡ് റേഞ്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹെവി റഫിംഗ് കട്ട്സ്. എ ഹയർ സ്പീഡ് റേഞ്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ലൈറ്റ് ഫിനിഷിംഗ് കട്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ലോവർ സ്പീഡ് റേഞ്ച് കൊടുക്കുന്നത് ഹെവി റഫിംഗ് കട്ടിന് ലോവർ സ്പീഡ്, ഹയർ സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത് ലൈറ്റ് ഫിനിഷിംഗ് കട്ടിനുമാണ് കൊടുക്കുന്നത്. ദ ഫീഡ് ഈസ് സെലക്ടഡ് ടു സ്യൂട്ട് ദ ഫിനിഷ് റിക്വയർഡ് ആൻഡ് ദ റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ. അപ്പം നമുക്ക് എത്രത്തോളം ഫിനിഷ് വേണം, എത്രത്തോളം മെറ്റൽ റിമൂവ് ചെയ്യണം, അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഫീഡ് സെലക്ട് ചെയ്യുന്നത്. വെൻ കാർബൈഡ് ടൂൾസ് ആർ യൂസ്ഡ് 3 to 4 times higher cutting speeds to that required for high speed steel tools may be chosen. ഇപ്പോൾ നമ്മൾ HSS യൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഒരു കാർബൈഡ് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഹയർ കട്ടിംഗ് സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റും, 3 to 4 times. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇത്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ HSSൻ്റെ കണ്ടന്റ്. TCV എന്ന് ഓർത്തിരുന്നാൽ മതി. 1841 ടങ്സ്റ്റൻ, ക്രോമിയം, വനേഡിയം. ഇതിൻ്റെ വേറെയും വെറൈറ്റികളുണ്ട്. അപ്പം ഇത് TCV, ടങ്സ്റ്റൻ, ക്രോമിയം, വനേഡിയം എന്ന് ഓർക്കുക. 1841 1841. ഓക്കെ, ഇതെന്ന് പറയുന്ന ഫെറസ് ടൂൾ മെറ്റീരിയൽ ഹാവ് അയൺ ആസ് ദെയർ ചീഫ് കോൺസ്റ്റന്റ്. ഇതെന്ന് പറയുന്നത് ഫെറസ് ടൂൾ കോൺസ്റ്റന്റ് ആണ്. അതായത് ഫെറസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അയൻ്റെ കമ്പോണൻ്റ് ഉള്ളതാണ്. ഇതിനകത്ത് 0.7% കാർബൺ ആണെന്നും കൂടെ ഓർത്തിരിക്കുക. എക്സ്ട്രാ പോയിന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഹൈ സ്പീഡ് സ്റ്റീലിൽ 0.7% കാർബൺ. ഫെറസ് ടൂൾ മെറ്റീരിയൽ ഹാവ് അയൺ ആസ് ദെയർ ചീഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. കാർബൈഡ് ടൂൾ എന്ന് പറയുന്നത് നോൺ ഫെറസ് ടൂൾ മെറ്റീരിയൽ ആണ്, അതിൽ ഡു നോട്ട് ഹാവ് അയൺ ആണ്. അലോയിങ് ടങ്സ്റ്റൻ, ക്രോമിയം ആൻഡ് വനേഡിയം ടു ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾ മെറ്റീരിയൽ ഈസ് പ്രൊഡ്യൂസ്ഡ്. നേരത്തെ പറഞ്ഞു ടങ്സ്റ്റൻ, ക്രോമിയം, വനേഡിയം ആണ് HSSൻ്റെ കണ്ടന്റ്. കാർബൈഡ് കട്ടിംഗ് ടൂൾസ് ക്യാൻ റീറ്റെയിൻ ദെയർ ഹാർഡ്നെസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ദാറ്റ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ ഈ കാർബൈഡ് കട്ടിംഗ് ടൂൾസിന് ഒരു റീറ്റെയിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ഹാർഡ്നെസ് വെരി ഹൈ ടെമ്പറേച്ചറിൽ, ഹൈ സ്പീഡ് സ്റ്റീൽ പോലെ തന്നെ. കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ലോ ആണ്, കാർബൈഡിൽ വരാൻ നേരത്ത് ഹൈ ആണ്. ഇതെന്ന് പറയുന്ന ഒരു സോളിഡ് ടൂളാണ് HSS. ഇതെന്ന് പറയുന്ന ഒരു ബ്രേസ്ഡ് ടൂൾ ബിറ്റ് ആണ്, ത്രോ അവേ ടൂൾ ബിറ്റ്, ബ്രിട്ടിൽനെസ്, ലൈറ്റ് ബ്രിട്ടിൽനെസ്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് എടുത്ത് വലിച്ചെറിയാം. പിന്നെ ഇത് HSS ടൂൾ എന്ന് പറയുന്നത് കോസ്റ്റ് ലോ ആണ്. കാർബൈഡ് ടൂൾ എന്ന് പറയുന്നത്